ഇതൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ സമ്മാനങ്ങൾ വരുന്നില്ല. അവിടെയാണ് വിഷയം. കൂലിപ്പണിക്കാരായ സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് കൂടുതൽ എടുക്കുന്നത്. വലിയ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തെറ്റായ കീഴ്വഴക്കമാണ്. ചെറിയ സമ്മാനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. ഞങ്ങൾ മാറ്റം വരുത്തും, മാറേണ്ട രീതിയിൽ മാറ്റം വരുത്തും, മാറാൻ തയ്യാറായിക്കോളൂ എന്ന് ബമ്പറിന്റെ സമ്മാനത്തിൽ വർധനവ് വന്നു. അതുപോലെ ലോട്ടറി ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി തുടങ്ങി. ലോട്ടറിയുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ട് പരാതിയുമായിട്ട് ലോട്ടറി തൊഴിലാളി സംഘടനാ നേതാക്കളെ മുഖ്യമന്ത്രിയെ, അതായത് ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ആശങ്കകൾ സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി കാണുകയാണ്. GST നിരക്കുകൾ പരിഷ്കരിച്ചപ്പോൾ ലോട്ടറിയുമേലുള്ള 28% നികുതി അത് 40% വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ 12% ഏജൻസി കമ്മീഷൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് 10% കുറയ്ക്കുകയും 5000 രൂപ മുതലുള്ള സമ്മാന ഘടനയിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. ഇത് ടിക്കറ്റ് വിൽപ്പനയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ സർക്കാരിന്റെ വിലയിരുത്തൽ. സമ്മാന ഘടനയും കമ്മീഷൻ നിരക്കുകളും പരിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സമഗ്രമായ പരിഷ്കരണ പരിപാടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. തീർച്ചയായും ലോട്ടറി മേഖലയിൽ അത് നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിൽ വമ്പൻ മാറ്റങ്ങൾ. പിണറായി വിജയന്റെ മന്ത്രിസഭ മാറി VD സതീശന്റെ മന്ത്രിസഭ വന്നു. വലിയതായ മാറ്റങ്ങൾ പ്രകടമാകുന്ന രീതിയിൽ ഇതിനകത്ത് പ്രഖ്യാപനങ്ങളുണ്ടായി. പക്ഷെ ഇതുവരെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് ഏത് സർക്കാരും മാറി മാറി വന്നാലും ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളൊരു തന്ത്രമില്ലാത്തതുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് വലിയ മനസ്സിലാവും. കാരണം ഇതിൻ്റെ പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് നിലവിൽ 30 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ബമ്പറിന്, തിരുവോണം ബമ്പറിന് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രകടമായ മാറ്റം. അതുപോലെ തന്നെ നമ്മുടെ ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ അവരുടെ ഓണത്തിനുള്ള ബോണസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പ്രകടമായ മാറ്റം ആയിട്ട് വന്നിട്ടുള്ളത്. സമ്മാന ഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കാരണം സാധാരണക്കാരുടെ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അതിനകത്ത് പ്രതികരണങ്ങളുണ്ടായി. ജനങ്ങൾക്കെല്ലാം സമ്മാന വർധനവ് എന്നുള്ള ഒറ്റ ആശയമാണ് എല്ലാവർക്കും. കാരണം ചെറിയ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കണം, വലിയ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തെറ്റായ കീഴ്വഴക്കമാണ്. ചെറിയ സമ്മാനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. കൂലിപ്പണിക്കാരായ സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അവരുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ വലിയ സമ്മാനങ്ങൾ കൂട്ടിവെക്കുന്നത്. ചെറിയ സമ്മാനങ്ങൾ ഉണ്ടെങ്കിൽ അവർ വൈകിട്ടെടുക്കുമ്പോഴത്തേക്ക് 5000 എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടിയാണ് കൂടുതൽ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ 5000ന്റെ സമ്മാനങ്ങൾ കൂട്ടുക, അങ്ങനെയുള്ള സമ്മാനഘടന പരിഷ്കരണം വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. 2 നമ്പറിൽ 5000ന്റെ വർധനവുണ്ടാകും. 200 പോലെയുള്ള സമ്മാനങ്ങൾക്ക് ആൾക്കാർ താല്പര്യമൊന്നുമില്ല. 200 പോലുള്ള സമ്മാനങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഈ 5000 പോലുള്ള സമ്മാനങ്ങൾ വർദ്ധിപ്പിച്ച് ഒന്നാം സമ്മാനത്തിന്റെ തുക ഒരു 70 ലക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ജനങ്ങൾ കൂടുതലും ടിക്കറ്റ് എടുക്കുന്ന ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ തന്നെ വിൽക്കുന്ന കച്ചവടക്കാരനും വലിയ നഷ്ടങ്ങളൊന്നും വരാതെ ഈ ടിക്കറ്റുകളുടെ കച്ചവടം നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോട്ടറിയുടെ സമ്മാന ഘടനയിൽ പരിഷ്കാരം ഉണ്ടാകണം എന്ന് കാണിച്ച് ഞാനും ഒരു പരാതിയൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. പക്ഷെ അത് നമ്മുടെ ജോയിന്റ് ഡയറക്ടർക്ക്, ലോട്ടറിയുടെ ജോയിന്റ് ഡയറക്ടർക്ക് തിരുവനന്തപുരത്ത് കൈമാറി എന്നുള്ളൊരു മറുപടി വന്നതിന് ശേഷം, ഒരു മെസ്സേജ് വന്നതിന് ശേഷം ഏതാണ്ട് 15 ദിവസത്തോളമായി. 2 തവണ ഞാൻ പലതവണ ഫോൺ വിളിച്ചു, 2 തവണ ഫോൺ എടുത്തു. ഇതുവരെ അവരിലേക്ക് ആ സംഭവം എത്തിയിട്ടില്ല. ഫോൺ എടുത്ത് ആ ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് മറുപടി വരും. ഇത് എപ്പോൾ വരാനാണ്? കാരണം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം. കാരണം ഇത് പൈസ അങ്ങോട്ട് പോകുന്ന വിഷയങ്ങൾ ഒരു 10 രൂപ കൂട്ടിയാൽ അത് പിറ്റേ ദിവസം മുതൽ നടപ്പിലാക്കും. ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ അതിന് വേണ്ടി ഒരുപാട് ദിവസം കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ 1 ലക്ഷത്തിന്റെ സമ്മാനം മാറ്റിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പണി ഒത്തിരി എളുപ്പമായിരുന്നു. കാരണം ആ സീരിയൽ ഒന്ന് അടുക്കി വെച്ച് ഇങ്ങനെ വെക്കുന്ന ആ പരിപാടിക്കൊന്നും പോകണ്ടായിരുന്നു. പക്ഷെ ആ സീരിയൽ വെക്കുന്ന അതേ സംവിധാനത്തിൽ
നമ്മൾ 20 നമ്പറിന് 5000 കൊടുക്കുകയും 20 നമ്പറിന്റെ ഓർഡർ അനുസരിച്ച് നമ്പറുകൾ ഇത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ, സീരിയൽ വെക്കുന്നവർ വെക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ഈ കുളത്തില്, അതായത് കൃത്യമായിട്ടും ഈ 10 കളത്തില് 40 മുതൽ 49 വരെയുള്ള എല്ലാ കളത്തിലും ഈ 5000 കൊടുക്കാൻ സാധിക്കും. എല്ലാ മേഖലയിലേക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ലോട്ടറിയുടെ വീഡിയോയിലും പറയുന്നത് എല്ലാ മേഖലയിലേക്കും സമ്മാനം ചെല്ലണം. എന്നാൽ മാത്രമേ സാധാരണക്കാരായ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നവനും വിൽക്കുന്നവനും അതോ ഇതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഉണ്ടായ മാറ്റം, പ്രധാന മാറ്റം എന്ന് പറയുന്നത് ലോട്ടറിയുടെ ഉദ്യോഗസ്ഥന്മാരെ പ്രധാനമായിട്ട് മാറ്റി. ഞാൻ പറഞ്ഞ സമ്മാന ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം കൂടാതെ ലോട്ടറിയുടെ ഉദ്യോഗസ്ഥന്മാരെ ലോട്ടറി ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലോ അല്ലെങ്കിൽ ലോട്ടറി തന്നെ വിവിധ മറ്റ് ഓഫീസുകളിലോ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം സർക്കാർ നടപടിയെടുക്കും. പിണറായി മാറി വി ഡി സതീശൻ വന്ന് ഇതിന് മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് ചില സുഹൃത്ത് ബന്ധങ്ങളിലൂടെ കിട്ടിയ അറിവുകൾ കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ വീഡിയോയിൽ വളരെ മോശമായിട്ടൊക്കെ ആൾക്കാർ അതിനകത്ത് പ്രതികരിച്ചായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് സമ്മേളനം വരെ വെയിറ്റ് ചെയ്യൂ, ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനോടുള്ള പ്രഖ്യാപനങ്ങൾ വന്നു. ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്ന കാര്യത്തിലെല്ലാം നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം കൂടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞങ്ങൾ മാറ്റം വരുത്തും, മാറേണ്ട രീതിയിൽ മാറ്റം വരുത്തും, മാറാൻ തയ്യാറായിക്കോളൂ എന്ന് അദ്ദേഹം ഒരു സംഘം നടത്തുന്നത് കേട്ടു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് അനുകൂലമായിട്ട് സമ്മാനങ്ങൾ വരുന്നില്ല. അവിടെയാണ് വിഷയം. ഈ ടിക്കറ്റുകൾ ചില നമ്പറുകൾ, ഇപ്പൊ 40 പോലുള്ള ടിക്കറ്റുകൾ എല്ലാ മേഖലയിലും ചെല്ലുന്നില്ല. 40, 41 ഇതൊക്കെ പറഞ്ഞ ഒരു നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. കാരണം എല്ലാ നമ്പറുകളും എല്ലാവരെയും കിട്ടണം. കാരണം പ്രധാനപ്പെട്ട കേരളത്തിലെ നമ്പർ 1 ഏജൻസികൾക്കെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് ഈ നമ്പറുകളിലുള്ള കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആ രീതിയൊക്കെ മാറ്റം വരണം. കാരണം ആർക്കും എവിടുന്ന് വേണേലും ടിക്കറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരണം. എല്ലാ നമ്പരും എല്ലാ ഏരിയയിലേക്കും പോകുന്ന ഒരു നിലപാടിൽ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിലെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഉറപ്പായിട്ടും ഇതുകൊണ്ട് സമ്മാനം ലഭിക്കും. ഞാൻ പറഞ്ഞ മാറ്റങ്ങളെല്ലാം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് 100% പറയാൻ സാധിക്കും. ലോട്ടറിയുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ട് പരാതിയുമായിട്ട് INTUC ഉൾപ്പെടെയുള്ള ലോട്ടറി തൊഴിലാളി സംഘടനാ നേതാക്കളെ മുഖ്യമന്ത്രിയെ, അതായത് ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം ഈ മാറ്റങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വന്നതും സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനം നമ്മൾ കണ്ടത്. പക്ഷെ പ്രകടമായ ഒരു മാറ്റം സമ്മാനത്തിൽ മാത്രം ഇതുവരെ വന്നിട്ടില്ല. ഓണം ബമ്പറിൽ മാത്രം ഒരു 30 കോടിയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. 500 രൂപ ടിക്കറ്റ് വില, 30 രൂപ 30 കോടി ഒന്നാം സമ്മാനം. പക്ഷെ അതല്ല ജനങ്ങൾക്ക് വേണ്ടത്. മറ്റ് റെഗുലറായിട്ട് ഡെയിലി എടുക്കുന്ന ടിക്കറ്റുകളിൽ സമ്മാന ഘടനയാണ് മാറ്റം വരേണ്ടത്. അങ്ങനെ ഒരു മാറ്റം ഉടനടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞ ഡേറ്റ് നമ്മൾ വീഡിയോ ഇട്ടു, 1 മാസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ 1 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു തീരുമാനം ബഡ്ജറ്റ് സമ്മേളനത്തിലൂടെ വന്നു. പക്ഷെ അതിനുശേഷം ഇപ്പം മാസം ഒന്നുകൂടെ കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഇത് നടപ്പിലാക്കിയിട്ടില്ല. അടിച്ചു വെച്ച ടിക്കറ്റ് തീരാനാണെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം മതി. എങ്കിൽ പോലും ഒരു പുതിയൊരു മാറ്റം, 2 നമ്പറിനെങ്കിൽ 2 നമ്പറിന് 5000ന്റെ ഒരു മാറ്റം പ്രതീക്ഷിച്ചാൽ അത് ഇതുവരെ നടപ്പിൽ വന്നിട്ടില്ല. അതൊക്കെ നടപ്പിൽ വന്നാൽ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമുള്ളൂ. തീർച്ചയായിട്ടും ഈ സാധാരണക്കാരൻ തന്നെയാണ് ഈ കേരള സംസ്ഥാന ഭാഗ്യങ്ങളുടെ 80% എടുക്കുന്നത്, ഒരു സംശയമില്ലാതെ പറയാം. പക്ഷേ അവർക്ക് സമ്മാനം ഏറ്റവും കുറച്ച് കിട്ടുന്നു ഈ സാധാരണക്കാർക്കാണ്. അതിനൊക്കെ മാറ്റം വന്നേ പറ്റുള്ളൂ. മാറ്റം വരണമെങ്കിൽ സമ്മാന ഘടനയിലുള്ള നല്ല പരിഷ്കാരം ഉണ്ടാകണം, നല്ല മാറ്റം ഉണ്ടാകണം. ഈ പരിഷ്കരണം മാത്രമേ ജനങ്ങളെ രക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാരെ രക്ഷിക്കുകയുള്ളൂ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഉടൻ തന്നെ ഈ ലോട്ടറിയുടെ സമ്മാന ഘടനയിലുണ്ടാകുന്ന വൻ മാറ്റങ്ങൾക്കായി നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.